ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റിന് റിവ്യൂ പറയാനായിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ മീഷോയിൽ നിന്ന് ഒരു സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിന് വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. അപ്പോൾ ഇത് ഇങ്ങനൊരു പാക്കേജിലാണ് പ്രോഡക്റ്റ് വരുന്നത്. ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ്ടേ ഒരു ലൈറ്റുണ്ട്. ഇതാണ് നമ്മുടെ ട്രൈപോഡ് കംസ് സെൽഫി സ്റ്റിക്ക്. പിന്നെ ഇതിനുള്ളിൽ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചാർജറുണ്ട്. ഇത് നമ്മുടെ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ ട്രൈപോഡ്. ഈ കുഞ്ഞൻ ട്രൈപോഡ് ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട് 2 ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഫോൺ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പക്ഷേ ഇത് അത്ര നല്ല ക്വാളിറ്റി അല്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലൂടൂത്ത് ക്യാമറയുടെ ഒരു ചെറിയ റിമോട്ട് കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽഫിയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഈ സ്വിച്ചൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ താഴെയായിട്ടാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. നമുക്ക് സ്റ്റാൻഡ് ഓപ്പൺ ആക്കാം. സ്റ്റാൻഡൊക്കെ ഒട്ടും ബലമില്ലാത്ത സ്റ്റാൻഡാണ്. വെറും എന്താ പറയുന്നത്, ലോക്കൽ ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ പ്ലാസ്റ്റിക്കിലെങ്ങാണ്ട് ഉണ്ടാക്കിയ. നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോൺ നല്ല ബലമായിട്ട് ഇരിക്കത്തില്ല, ഒരു ചെറിയ ആട്ടം കാണും എപ്പോഴും. ഇത് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്, ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയത്. നമുക്ക് ഇത് നല്ലതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഫോൾഡ് ചെയ്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ നമ്മളൊന്ന് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും എക്സ്റ്റെൻഡ് ചെയ്ത്. പിന്നെ ഈ പ്രോഡക്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതായി പോയത് ഇതിൻ്റെ നെക്ക് കണ്ടോ. ഇതിൻ്റെ നെക്ക് നമുക്ക് ഇങ്ങോട്ട് മാത്രമേ തിരിക്കാൻ പറ്റത്തുള്ളൂ, അങ്ങോട്ട് തിരിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്കാണ്. പിന്നെ ഇവിടെ നമ്മുടെ റിമോട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാമറയുടെ റിമോട്ട്. ഈ റിമോട്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു ലൈറ്റും ഉണ്ട്. അത് ഞാൻ കാണിച്ചുതരാൻ മറന്നുപോയി. അതാണ്ട് ഈ ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് നമുക്കിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈഡിലൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ലൈറ്റ് വർക്ക് ചെയ്യാത്തത് ചാർജ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചാർജർ കിട്ടിയിട്ടുണ്ട്. ഈ ചാർജർ നമ്മൾ ഏതെങ്കിലും മൊബൈലിൻ്റെ ചാർജറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റ് ചാർജായി കിട്ടുന്നതാണ്. പിന്നെ ഇവരൊരു എക്സ്ട്രാ ബാറ്ററിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളെ ബ്ലൂടൂത്തിൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററി വല്ലതും കേടാവുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ഓക്കെ പ്രോഡക്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 185 റുപ്പീസാണ്. 185 റുപ്പീസിന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയല്ലോ. ഇത് അത്രയും ക്വാളിറ്റി കുറഞ്ഞ ട്രൈപോഡാണ്. പിന്നെ നമുക്ക് 1-2 യൂസിനൊക്കെ പറ്റും. പിന്നെ അത്രയും കെയർ ചെയ്ത് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് ലോങ് ലാസ്റ്റ് ചെയ്ത് പോകത്തുള്ളൂ. ലോങ് ലാസ്റ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞ ഡൗട്ടാണ്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രോഡക്റ്റ് വേണമെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ല റിവ്യൂ ഒക്കെ ഉള്ളത് നോക്കി മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്